ശ്രീ യുവരാജ് ഗോകുൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തരൂർ തിരുവനന്തപുരത്ത് എത്തുന്നത് 2009 അപ്പോൾ 2009 അപ്പോൾ അദ്ദേഹം അതിനു മുൻപും അതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യം ഒരു കുടുംബാധിപത്യത്തിൻ്റെ പേരിൽ ഭരിക്കപ്പെടുന്നതിന് അദ്ദേഹം നിരന്തരം വിമർശിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള തരൂർ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തട്ടകം ആയി തിരുവനന്തപുരം തിരഞ്ഞെടുത്തപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം കേരളത്തിലേക്ക് വരുമ്പോൾ അത് കോൺഗ്രസ് പാർട്ടിയിലൂടെ ആകണം എന്ന് അദ്ദേഹം എന്തുകൊണ്ടായിരിക്കാം ആലോചിച്ചിട്ടുണ്ടാവുക? ഇനി അദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ മോഹങ്ങൾ മനസ്സിൽ അലയടിച്ചിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് ശരി തീരുമാനം ഇങ്ങനെ എടുക്കാമെന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാവുകയെങ്കിൽ അത് മതിയായി, ഇനി ഇവിടെ നിന്നിട്ടൊരു കാര്യവുമില്ല, ഒരു നേട്ടവും ഒരു ലാഭവും ഇനി കിട്ടാനില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് ഒരു BJP ലൈൻ തരൂർ സ്വീകരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ വലിയ മികച്ച പദവികൾ, ഇനി പറ്റുമെങ്കിൽ അതിലൂടെ മറ്റ് സ്ഥാനങ്ങളും, അതിലൂടെ പുതിയൊരു രാഷ്ട്രീയ ലൈനും സ്വീകരിക്കാം. ഇതിൻ്റെ ഭാഗമായിട്ടാണോ BJPയുടെ ശബ്ദത്തിൽ തരൂർ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിക്കുന്നത്? BJPക്ക് പ്രതീക്ഷ വെക്കാനുണ്ടോ തരൂരിൻ്റെ ഇപ്പോഴത്തെ നിലപാടുകൾ? ശ്രീ ഗോപികൃഷ്ണൻ, എനിക്ക് ഒരല്പം സമയം തരണം ഇത് വിശദീകരിക്കാൻ വേണ്ടിയിട്ട്. മറ്റ് രണ്ട് പാനലിസ്റ്റുകൾ പറഞ്ഞത്, അങ്ങ് ചോദിച്ചത്, ഇതിനകത്ത് ശശി തരൂർ എന്ന് പറഞ്ഞത് നിലവിൽ കോൺഗ്രസ്സിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി രാഷ്ട്രീയമായിട്ടുള്ള കുറച്ചുകൂടി പക്വതയോടുകൂടി മാത്രമേ അതിനകത്ത് സംസാരിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഒരല്പം സമയം എനിക്ക് തരണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നാലും ശരി തന്നെയാണ്, ഭാരതീയ ജനതാ പാർട്ടി ആയിരുന്നാലും ശരി തന്നെയാണ്, ഇതിൻ്റെ രണ്ടിൻ്റെയും DNA എന്ന് പറയുന്നത് ഒരു പരിധിവരെ നാഷണലിസം തന്നെയാണ്. അതിനോടുള്ള കാഴ്ചപ്പാടിനെ സംബന്ധിച്ചിട്ട്, അതിനോടുള്ള സമീപനത്തിനെ സംബന്ധിച്ചിട്ട് ഏറ്റക്കുറച്ചിലുകളോ ചില വിഷയങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ അഭിപ്രായ ഐക്യങ്ങളോ എല്ലാം തന്നെ ഉണ്ടാകുമെങ്കിലും ഈ രണ്ടിൻ്റെയും DNA ഒരു പരിധിവരെയും നാഷണലിസം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കളായിട്ടുള്ള ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുൻപും ശേഷവും ഉണ്ടായിട്ടുള്ള നേതാക്കളായിരുന്നാലും ശരി തന്നെയാണ്, ഇപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നാലും ശരി തന്നെയാണ്, അത്തരത്തിലുള്ള സമുന്നതരായിട്ടുള്ള നേതാക്കൾ എല്ലാവരായിരുന്നാലും ശരി തന്നെയാണ്, അത്തരത്തിലുള്ള വാല്യൂസ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ജീവിച്ചിരുന്ന ഉദാഹരണമായിരുന്നു ഡോക്ടർ പ്രണബ് കുമാർ മുഖർജി എന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിലെത്തുമ്പോൾ ഈ പറയുന്ന രാഹുൽ ഗാന്ധി എറ, സോണിയാഗാന്ധി എറ തുടങ്ങിയതിന് ശേഷം ആ നാഷണലിസത്തിനകത്ത് കോൺഗ്രസ് വലിയ തോതിൽ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവരുടെ പല നേതാക്കളും പിന്നീട് ആ പാളയം വിടുമ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഡോക്ടർ പ്രണബ് കുമാർ മുഖർജി എന്ന് പറയുന്നയാളെ ഇന്ത്യൻ പ്രസിഡന്റ് കസേരയിൽ വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെ എത്തിയ ആളാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ചെയ്തതെന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ കാര്യാലയത്തിലെത്തുകയും RSSൻ്റെ സ്ഥാപക നേതാവായിട്ടുള്ള ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവറിൻ്റെ സ്മൃതി മന്ദിരത്തിലെത്തുകയും അദ്ദേഹത്തിന് പുഷ്പാർച്ചന നടത്തുകയാണ്. അപ്പോൾ കോൺഗ്രസിനകത്ത് അത്തരം നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നവർ ഏറ്റവും ഒടുവിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് സഞ്ചരിക്കാൻ തുടങ്ങുന്ന ഒരു കാഴ്ച പുതുമയുള്ളൊരു കാഴ്ചയല്ല. ഇവിടെ നമ്മുടെ ശ്രീകുമാർ സാറ് തുടങ്ങുമ്പോൾ പറഞ്ഞു BJPയുടെ പ്രധാനമന്ത്രിയെ കുറിച്ചിട്ട്. BJPയുടെ പ്രധാനമന്ത്രി എന്നുള്ളതല്ല, നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി എന്നുള്ളതാണ്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ ശശി തരൂർ പുകഴ്ത്തി എന്നുള്ളതാണ് നിലവിൽ കോൺഗ്രസിൻ്റെ ഒരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. നരേന്ദ്രമോദി ശക്തനായ നേതാവാണ്, നരേന്ദ്രമോദി ഇന്ന് ജനാധിപത്യത്തിൻ്റെ വഴിയിലൂടെ നടന്ന് വലിയ ശക്തനായ നേതാവായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞതാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശശി തരൂർ എന്ന് പറയുന്നയാൾ ഒരു ഇന്റർനാഷണൽ പേഴ്സണയാണ്. അദ്ദേഹം ജിയോ പൊളിറ്റിക്കൽ സ്പേസിൽ വലിയ മാനങ്ങളുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വിവിധ രാജ്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഒരു പരിധി വരെ ഇന്ത്യയുടെ ഓപ്പറേഷനെ സ്പിയർ ഹെഡ് ചെയ്തിരിക്കുന്നതും ഡോക്ടർ ശശി തരൂർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ലോകത്തിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത്, പാകിസ്ഥാൻ എന്ന് പറയുന്നത് വളരെ ദുർബലമായിട്ടുള്ളൊരു രാജ്യമാണ്. അവിടെ ജനാധിപത്യം നിലനിൽക്കുന്നില്ല, അവിടുത്തെ പ്രധാനമന്ത്രി വളരെ വീക്കാണ്, അവിടെ തീവ്രവാദികളാണ് ആ രാജ്യത്തിൻ്റെ ഭരണം കൈയാളുന്നത്, സൈന്യമാണ് രാജ്യത്തിനെ നയിക്കുന്നത്, ISI പോലുള്ള ചാര സംഘടനകളാണ് ആ രാജ്യത്തിൻ്റെ പോളിസി തീരുമാനിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇന്ന് ഈ ലോകരാജ്യങ്ങൾ മുഴുവൻ പോയി പറഞ്ഞിട്ട് വന്ന ഒരാൾ തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിൽ ജനാധിപത്യം തകർന്നു, ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരാധമനാണ്, ഇന്ത്യ വളരെ വീക്കായ സ്ഥിതിയിലാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് വളരെ വലുതാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് മാത്രമേ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നരേന്ദ്രമോദി എന്ന് പറയുന്ന ആൾ കരുത്തരല്ലാത്ത ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ സ്റ്റേച്ചർ അത്ര വലുതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റാറ്റിസ്റ്റിക്കലി പറയുവാൻ വേണ്ടിയിട്ട് ഒപ്പോസിഷൻ ആവട്ടെ അല്ലെങ്കിൽ മറ്റു പലർക്കും സാധിക്കണം. ഞാനിപ്പോൾ നോക്കുമ്പോൾ തന്നെ ഈ
ഈ മാസം കഴിഞ്ഞ ദിവസം നമ്മുടെ നമീബിയ ശ്രീ നരേന്ദ്രമോദിജിക്ക് നമ്മുടെ പ്രധാനമന്ത്രിക്ക് അവരുടെ ഹയസ്റ്റ് സിവിലിയൻ ഓർഡർ കൊടുത്ത് ബഹുമാനിക്കുകയുണ്ടായി. 26ാമത്തെ രാജ്യമാണ് അങ്ങനെ ചെയ്യുന്നത്. റഷ്യ അവരുടെ ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ ഓർഡർ കൊടുത്തു. USA എനിക്ക് തോന്നുന്നു 2ാമത്തെയാണെന്ന് തോന്നുന്നു കൊടുത്തത്, അവരുടെ സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ ഓണറാണെന്ന് തോന്നുന്നു കൊടുത്തത്. സൗദി അറേബ്യ സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ ഓണറാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 26 രാജ്യങ്ങൾ അവരുടെ രാജ്യങ്ങളിലെ ഏറ്റവും ഒന്നാമത്തെ നമ്മുടെ ഭാരതരത്നയ്ക്ക് സമാനമായിട്ടുള്ളതോ അല്ലാന്നുണ്ടെങ്കിൽ പത്മവിഭൂഷണ സമാനമായിട്ടുള്ളതോ ആയിട്ടുള്ള ആദരവ് കൊടുത്ത് നമ്മുടെ പ്രധാനമന്ത്രി ആദരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് 193 രാജ്യങ്ങൾ എന്താണ് ഔദ്യോഗികമായിട്ട് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് ഏതാണ്ട് 10%-ലധികം ആൾക്കാർ രാജ്യങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രിയെ ലോകത്തിൻ്റെ അവരുടെ തന്നെ ഒരു നേതാവായിട്ട് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് അംഗീകരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആഫ്രിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മറ്റേ എൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, വേൾഡ് സൗത്തോ എൻ്റെ പേര് ഞാൻ പറഞ്ഞത്, അതിൻ്റെ തന്നെ ഒരു ലീഡറായിട്ട് ഇന്ത്യയെ പ്ലേസ് ചെയ്യാൻ സമയത്ത് നരേന്ദ്രമോദിയെ പ്ലേസ് ചെയ്യുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തുന്ന സമയത്ത് ഇന്ത്യ ഒരു ജിയോ പൊളിറ്റിക്കൽ സ്ഫിയറിൽ അത്രയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളായിട്ടുള്ള ശശി തരൂരിനെ പോലൊരാൾ ഇന്ത്യയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥിതിയെ ഇകഴ്ത്തി സംസാരിക്കണം എന്നാണോ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? അതിലെ ശ്രീ യുവരാജ് ഗോകുൽ, ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ തരൂരിന്റെ പ്രസംഗം നടന്നിട്ടുള്ള ലണ്ടനിലെ ആ സർവകലാശാലയിലെ വിഷയം തന്നെ 2047 ഇന്ത്യ എന്നുള്ളതായിരുന്നു. അതിൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭാവി എന്ന വിഷയത്തിൽ സംസാരിക്കുമ്പോഴാണ് ഒരു കേന്ദ്രീകൃത ഭരണമുണ്ടായതും ഒരു ഉറച്ച അല്ലെങ്കിൽ വളരെ നിശ്ചയദാർഢ്യമുള്ള ഒരു നേതാവ് ഉണ്ടായതും ഇന്ത്യയുടെ വളർച്ചയ്ക്ക് സഹായകരമായി എന്നും കോൺഗ്രസിൻ്റെ നയങ്ങളെയും ഇടതുപക്ഷ നയങ്ങളെയും ഒക്കെ മറന്ന് അതിനെ കൂടുതൽ ദേശീയതയിലേക്ക് അടുപ്പിക്കാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നും തരൂർ പറയുന്നത്. അത് പറയാനല്ല തരൂരിനെ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമാക്കിയത്. അതല്ലേ ഇതിലെ പ്രശ്നം? അല്ല, അദ്ദേഹം കോൺഗ്രസിൻ്റെ AICC വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നുള്ളത് പോലെ തന്നെ അദ്ദേഹം ഭാരതത്തിൻ്റെ ഒരു പൗരനും കൂടെയാണല്ലോ ശ്രീ ഗോപികൃഷ്ണൻ. അദ്ദേഹം ലോകത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ പുകഴ്ത്തിയല്ലേ സംസാരിക്കാൻ പറ്റും. അല്ലാണ്ട് രാഹുൽ ഗാന്ധി ലോകത്തെ രാജ്യങ്ങളിൽ പോയി സംസാരിക്കുന്നത് പോലെയൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത് എനിക്ക് പ്രധാനമായിട്ട് ചോദിക്കാനുള്ള കാര്യം, കോൺഗ്രസിന് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലേ? നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ ഉള്ള കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ ചാനലുകളിൽ വന്ന് അദ്ദേഹത്തെ അനുസ്മരിച്ചത് ഇന്ത്യയിൽ വലിയ വിപ്ലവം ഉണ്ടാക്കിയ ആളാണ് സാമ്പത്തികമായിട്ട്. അതുവരെയുള്ള ഇടത് നയങ്ങളെ മുഴുവൻ എടുത്ത് ചവറ്റുകുട്ടയിൽ എറിയുകയും ലിബറലൈസേഷൻ കൊണ്ടുവരികയും അങ്ങനെയാണ് ഇന്ത്യൻ മാർക്കറ്റ് ഉയർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് എന്ന് പറഞ്ഞതും ഇതേ കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലെഫ്റ്റിസ്റ്റ് നയങ്ങളിൽ നിന്നുള്ള വ്യതിയാനം ഉണ്ടായതിനെ വളരെ നല്ലത് എന്ന് തന്നെയല്ലേ അവർ പറഞ്ഞു വെക്കുന്നത്. അതിനെ കുറച്ചുകൂടിയും ഷാർപ്പായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി നരേന്ദ്രമോദിജിക്ക് സാധിക്കുന്നു എന്നുള്ളത് സ്റ്റാറ്റിസ്റ്റിക്കലി കഴിഞ്ഞ 10-11 വർഷങ്ങളിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള സാധനമല്ലേ. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെയോ 4ാമത്തെയോ സാമ്പത്തിക ശക്തി എന്നുള്ള നിലയിലേക്ക് ഇന്ത്യക്ക് വന്ന് നിൽക്കുമ്പോൾ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് നിൽക്കാൻ കഴിയുന്നു. 1-2 വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറും. നമ്മുടെ ശ്രീ P. ചിദംബരം 2015-ലോ 12-ലോ പറഞ്ഞത് നമ്മൾ 30 വർഷങ്ങൾക്കപ്പുറം ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകുന്നതാണ്. അത് ഇപ്പോൾ 2027 തന്നെ നമ്മൾ അച്ചീവ് ചെയ്യും എന്ന് പറയുന്ന സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പറയുന്ന നയങ്ങളെ ഏറ്റവും ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിജിക്ക് സാധിക്കുന്നു എന്ന് തന്നെയല്ലേ. ഈ പ്രസ്ഥാനങ്ങൾക്ക് ചില ധാരണകളുണ്ട്. യുവരാജ്, എനിക്ക് തോന്നുന്നു എന്റെ ബേസിക് ക്വസ്റ്റ്യനിൽ നിന്ന് താങ്കൾ അല്പം മാറിപ്പോയി. ഞാൻ ചോദിക്കുന്നത്, തരൂരിനെ നിങ്ങൾ കൗണ്ട് ചെയ്യുന്നുണ്ടോ BJP എന്നതാണ്? അല്ല, തരൂരിനെ BJPയിൽ നിന്ന് കൗണ്ട് ചെയ്യാന്നുള്ളതല്ലോ. നോക്കൂ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന പൊട്ടൻഷ്യലുകളെ, ടാലന്റുകളെ കൃത്യമായിട്ടും ലോകത്തിന്റെ മുമ്പിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നതാണ് BJPയുടെ നയം. അതിനകത്ത് ഇപ്പോൾ ശശി തരൂരാണോ OIC ആണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്നുള്ളതല്ലല്ലോ. നോക്കി, ഈ പല പ്രസ്ഥാനങ്ങളുടെയും ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രതിഭകളായിട്ടുള്ള ആൾക്കാരെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ കെട്ടിയിടാം എന്നുള്ളതാണ്. അവരുടെ ചിറകുകൾക്ക് കരുത്തുണ്ട് എന്നുണ്ടെങ്കിൽ അവർ എല്ലാ വിലങ്ങുകളെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് ഉയർന്നു പറക്കുമെന്നേ. ആർക്കും അതിനെ തടയാൻ വേണ്ടി ശരി യുവരാജ്, ഇനി നമുക്ക് രണ്ടാം റൗണ്ടിൽ ഒന്നുകൂടി വിശദമായി സംസാരിക്കാം.